ഈ സ്ത്രീ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ഇതൊന്ന് കേട്ടു നോക്കിയത്. നീ ഖബറിലേക്ക് നീ മരിക്കി, നിന്റെ 6000 രൂപ ഞങ്ങൾ കൊടുക്കാം, അല്ലെങ്കിൽ നീ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ ശരീരം കാക്കയ്ക്കും പൂച്ചയ്ക്കും ഇട്ട് കൊടുക്കൂല. ഈ ഭൂമിയിൽ നമ്മൾ അറിയുന്ന ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഞാൻ പറയുന്നു, നല്ല മനുഷ്യന്മാരെന്താ മുസ്ലിംസിൽ മാത്രമേ ഉള്ളൂ? ഞാൻ മുസ്ലിം തന്നെയാണ്. ആ ഒരു ഇതിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, ഞാൻ എത്രയോ നല്ല മനുഷ്യന്മാർ. ഫോർ എക്സാമ്പിൾ, ഈ ക്യാൻസറിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒരു ഡോക്ടറില്ലെന്ന് ഗംഗാധർ, എനിക്ക് ആ മനുഷ്യൻ എന്ത് ഇഷ്ടമാണെന്ന് അറിയോ? കാരണം എന്താ വെച്ചാൽ അത്രയും നല്ലൊരു മനുഷ്യൻ. ആ മനുഷ്യൻ്റെ മതം ഏതാ? ഹിന്ദു ഇതിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ്, നല്ലൊരു മനുഷ്യനല്ലേ. മുസ്ലിംസിൽ അതുപോലെ നല്ല മനുഷ്യന്മാരില്ലേ, ക്രിസ്ത്യൻസിലില്ലേ, ബുദ്ധന്മാരിലില്ലേ, എല്ലാറ്റിലും നല്ല മനുഷ്യന്മാരുണ്ട്. ആരെങ്കിലും ഒരു ആൾ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ പൈസ 6000 രൂപ ഇല്ലാത്തത് കൊണ്ട് ആ ബോഡി അവിടെ ഇടുമോ? ഇല്ല. ഇവർ മാത്രമല്ല, ഇവർ പറയുന്നത് ഞങ്ങളുടെ ആൾക്കാർ അങ്ങനെ വിടില്ല, അതിന് പള്ളി ഏറ്റെടുക്കും, പള്ളിക്കാർ ചെയ്യും എന്നാ പറയുന്നത്. മരിച്ചു കഴിഞ്ഞാൽ പൈസയുടെ ആവശ്യമില്ല എന്ന് പറയുന്നത് മരിച്ചു കഴിഞ്ഞാലും പൈസയുടെ ആവശ്യമുണ്ട്. കാരണം എത്രയോ ആളുകളാണ് മരിച്ചു കഴിഞ്ഞാൽ പൈസയുടെ ഉണ്ടെന്ന് കരുതി പല ആളുകളും പൈസ സൂക്ഷിച്ചു വെക്കാറുണ്ട്. ഈ മരണശേഷവും പല കർമ്മങ്ങളും പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. അപ്പോൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലോ എന്ന് കരുതി എല്ലാവരും, അല്ലെങ്കിൽ മിക്ക ആളുകളും പൈസ സൂക്ഷിച്ചു വെക്കാറുണ്ട്. അതിപ്പോൾ ഏത് മതത്തിലായാലും ഏത് രീതിയിൽ മരിച്ചാലും അങ്ങനെ തന്നെയാണ്. സ്വന്തം കാലിൽ നിൽക്കുന്ന പെണ്ണുങ്ങളെ കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ചില ആളുകൾക്ക് ഇങ്ങനെ ക്രമീകരണം ഉണ്ടാവും. അതൊന്നും പ്രശ്നമാക്കേണ്ട ഒരു ആവശ്യമുള്ള കേസല്ല. നെവർ മൈൻഡ്.